ഇനി മുതൽ നമുക്ക് ഇൻസ്ട്രീം ആഡും ആഡ്സ് ഓൺ റീൽസും ഇല്ല, അതിൽ നിന്നുള്ള വരുമാനം ഇല്ല എന്ന് തന്നെ പറയാൻ പറ്റും. ഹലോ ഹായ് നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നലത്തെ നമ്മുടെ വീഡിയോയിൽ പുതിയ അപ്ഡേറ്റ്സിനെ കുറിച്ചൊക്കെ ഇട്ടതിന് കുറെ കമന്റ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. കുറച്ച് പേർക്കൊക്കെ ഇത് കിട്ടി, കുറച്ച് പേർക്ക് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. കിട്ടിയവർക്കൊക്കെ നിങ്ങൾക്ക് ഏണിങ്സ് വന്ന് തുടങ്ങിയിട്ടുണ്ടാവും. അതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നന്നായിട്ട് ഏണിങ്സ് കയറുന്ന കാണുന്നുണ്ടാവും. കിട്ടാത്തവരാരും വിഷമിക്കേണ്ട, ഇതെല്ലാവർക്കും കിട്ടും. കാരണം ഇപ്പൊ റാൻഡംലി കുറെ പേരെ അവർ സെലക്ട് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതാണ് കേട്ടോ. ഇതെല്ലാവർക്കും അവർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, എല്ലാവർക്കും കിട്ടും. അത് പറയാൻ കാര്യം എന്ന് പറഞ്ഞാല് ഇനി മുതൽ നമുക്ക് ഇൻസ്ട്രീം ആഡും ആഡ്സ് ഓൺ റീൽസും ഇല്ല, അതിൽ നിന്നുള്ള വരുമാനം ഇല്ല എന്ന് തന്നെ പറയാൻ പറ്റും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും ടെൻഷൻ അടിക്കണ്ട. ഇനി നമുക്ക് ആഡ്സ് ഓൺ റീൽ ഉണ്ടായിരിക്കുന്നതല്ല. ഇത് ഈ അപ്ഡേറ്റ് കിട്ടിയവർക്ക് മനസ്സിലാകും. ഇപ്പൊ നിങ്ങൾ ആഡ്സ് ഓൺ റീൽ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് വീഡിയോ കാണുന്നില്ല അല്ല, അതിനകത്ത് ഓരോ വീഡിയോസും ഇങ്ങനെ കാണിക്കുന്നില്ല. അതായത് ഇനിയും വരാൻ പോകുന്ന പുതിയ അപ്ഡേറ്റ് ആണത്. ഓരോരുത്തർക്കും ഓരോ അക്കൗണ്ടിലേക്ക് അവർ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ആഡ്സ് ഓൺ റീൽ എന്ന് പറയുന്ന ആ പോർഷനും ഇൻസ്ട്രീം ആഡും ഉണ്ടായിരിക്കും. ദാറ്റ് മീൻസ് നമുക്കത് ഈ ഏണിങ്സ് കിട്ടത്തില്ല എന്നല്ല, നമുക്ക് ചെയ്യാൻ അത് വരാൻ പോകുന്ന എന്താന്ന് വെച്ചാൽ ഈ പെർഫോമൻസ്, അതായത് ക്രിയേറ്റർ മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ഒരു പോർഷനിലേക്ക് ഇതെല്ലാം മാറ്റാൻ ഉള്ള ഉദ്ദേശമാണ് ഫേസ്ബുക്കിന്. ചാർട്സ് ഉണ്ടാവും, സബ്സ്ക്രിപ്ഷൻ ഉണ്ടാവും. ഈ രണ്ട് സാധനം നമുക്ക് ഫേസ്ബുക്ക് തരുന്നതല്ല. ഇത് നമുക്ക് ഓഡിയൻസ്, നമ്മുടെ കാണുന്ന നമ്മുടെ പബ്ലിക് അല്ലെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് തരുന്ന സാധനമാണ്. ഈ ലൈവ് സെക്ഷൻ ഇപ്പൊ ഇല്ലല്ലോ. ഈവൻ നമുക്ക് ലൈവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, പക്ഷെ ലൈവിൽ നിന്നുള്ള മണി ഏണിങ്സ് അല്ലെ അത് മോണിറ്റൈസ് ആക്കുന്ന ഓപ്ഷൻ അവർ ടോട്ടലി എടുത്ത് കളഞ്ഞു. ഇപ്പൊ ഫേസ്ബുക്കിന്റെ ഈ ഒറ്റ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരാനുള്ള പദ്ധതിയാണ്. അതുകൊണ്ട് ഇനിയും നമുക്ക് ഇപ്പൊ തന്നെ ഈ അപ്ഡേറ്റ് കിട്ടിയിട്ടുള്ളവർക്ക് ഇനി പതുക്കെ കൊണ്ടേ, അത് എന്നാന്ന് പറയാൻ പറ്റുന്നില്ല. നമ്മൾ ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇനി അവിടെ ഇൻസ്ട്രീം ആഡെന്നും ആഡ്സ് ഓൺ റീൽ എന്ന് പറയുന്ന ഒരു പക്ഷേ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഓരോരുത്തർക്കും അങ്ങനെ അപ്ഡേറ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി കാണത്തില്ല. ഇനി ഈ ക്രിയേറ്റർ മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന സെക്ഷനാണ് ഉണ്ടായിരിക്കുന്നത്. അതിനകത്ത് എല്ലാ റവന്യൂ കൂടെ ആ ഒരെണ്ണത്തിലായിരിക്കും കാണിക്കുന്നത്. ശരിക്കും നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമുക്ക് ഓരോ വീഡിയോകൾ കണ്ട് അതിൽ നിന്ന് ഇത്ര റവന്യൂ കിട്ടി എന്നുള്ളത് മനസ്സിലാക്കാൻ ശരിക്കും എളുപ്പമാണ്. പക്ഷേ ഈ മോണിറ്റൈസേഷൻ, ക്രിയേറ്റർ മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ഒരു സെക്ഷനിലേക്ക് ഇതിനെല്ലാം ഒന്നിച്ച് മാറ്റാനുള്ള പ്ലാനാണ് ഫേസ്ബുക്കിന്. അപ്പൊ എല്ലാവർക്കും ഇതിന്റെ അപ്ഡേറ്റ്സ് കൊടുക്കും, എല്ലാവർക്കും ഇതിന്റെ അപ്ഡേറ്റ്സ് വരുന്നുണ്ട്. കിട്ടാത്തവർ വിഷമിക്കേണ്ട, നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ എപ്പോഴും ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ അത് സെറ്റപ്പ് ചെയ്യുക. അന്നേരം മുതൽ നിങ്ങൾക്ക് അതിന്റെ റവന്യൂസ് അതിനകത്ത് കാണിക്കാൻ തുടങ്ങി. ഇന്നലെ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടല്ലോ, അത്യാവശ്യം റവന്യൂ ഇന്നായപ്പോഴത്തേക്ക് എനിക്കത് കയറിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ശരിക്കും വണ്ടടിച്ചിട്ടിരിക്കുക. ഇൻസ്റ്റയിൽ വന്നിട്ട് എല്ലാവരും സങ്കടം പറഞ്ഞില്ല. എനിക്ക് സ്ഥിരം മെസ്സേജ് അയക്കുന്ന കുറെ ആൾക്കാരുണ്ട്, ചേച്ചി ഒട്ടും റവന്യൂ ഇല്ല, അതുകൊണ്ട് ഞാൻ ലോങ് വീഡിയോ ഇടാറേ ഇല്ല. എൻ്റെ അവസ്ഥ അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇന്നലെ തന്നെ ഞാൻ ഈവനിങ്ങിൽ ഇട്ട ഒരു വീഡിയോ ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ 75K ആയിട്ടുണ്ട്. ചിലപ്പോൾ $1 പോലും കയറിയിട്ടുണ്ടാവില്ല. അതിന് ഞാൻ ഗസ് ചെയ്ത് പറയുന്നത് നോക്കിയില്ല എത്ര കയറിയിട്ടുണ്ടെന്ന്. അത്രയ്ക്ക് വിഷമം ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ഈ 75K വ്യൂ കിട്ടുക എന്ന് പറയുമ്പോൾ ശരിക്കും എനിക്കൊരു $7 ഞാൻ മോണിറ്റൈസ് ആകുന്ന ആദ്യ കാലങ്ങളിലൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതായത് 2-3 വർഷത്തിന് മുന്നേ ഉള്ള കാര്യം ഞാൻ പറഞ്ഞു. അന്നൊക്കെ എനിക്ക് എങ്ങനായാലും ഒരു 100K ആയി കഴിഞ്ഞാൽ $10 കൂടുതൽ കിട്ടായിരുന്നു. ഇപ്പൊ തീരെ കുറച്ചപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷെ ഇങ്ങനെ ഓരോരോ അപ്ഡേഷൻ ഇങ്ങനെ വരുത്താൻ വേണ്ടി അവർ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിന്റെ ശരിക്കും ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്നതായിട്ട് നമുക്ക് തോന്നില്ല. യൂട്യൂബിലാണെങ്കിൽ എന്നെ അപ്ഡേറ്റ് വന്നാലും അവരവരുടെ സബ്സ്ക്രൈബേഴ്സിനെ അറിയിക്കാറുണ്ട്. അവരുടെ ക്രിയേറ്റർ ചാനൽ എന്ന് പറഞ്ഞിട്ട് ആ യൂട്യൂബ് ക്രിയേറ്ററിന്റെ ആ ഒരു ചാനലിനകത്ത് എല്ലാം വരും, അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ എല്ലാ സംഭവങ്ങളും വരാറുണ്ട്. പക്ഷേ ഈ ഫേസ്ബുക്കിന്റെ ഒരു സാധനവും വരത്തിന് അതൊക്കെ ഇംപ്ലിമെന്റ് ആയി കഴിയുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. അങ്ങനെ ഞാൻ പോയി മെറ്റായിൽ നോക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ട് എന്നുള്ളത് അറിയുന്നത്. അപ്പൊ നമുക്കൊരു നോട്ടിഫിക്കേഷൻ തരും, ഒന്നുമില്ല. ഒരു പക്ഷേ എല്ലാം ഒന്ന് ബാക്ക് ടു നോർമൽ ഒരു ട്രാക്കിലായതിനു ശേഷം എല്ലാ കാര്യങ്ങളും പിന്നെ അപ് ടു ഡേറ്റ് ആയിരിക്കാൻ വരും. പക്ഷെ ഇതെല്ലാം അവരിപ്പം പരീക്ഷണാർത്ഥം ചെയ്യുന്നതല്ലേ, നമുക്ക് ക്ഷമിക്കാം അല്ലേ. അതിനകത്ത് കാണിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നമ്മളിപ്പോൾ ഇൻസ്ട്രീം ആഡ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കഴിഞ്ഞാൽ യു ആർ നോ ലോങ്ങർ ഏർണിങ്സ് ത്രൂ ദ ഇൻസ്ട്രീം ആഡ്സ് പ്രോഗ്രാം, ഗോ ടു ദ ക്രിയേറ്റർ മോണിറ്റൈസേഷൻ. ദ സെയിം തിങ് തന്നെ ആഡ്സ് ഓൺ റീൽ നമ്മൾ എടുത്താലും അതുപോലെ യു ആർ നോ ലോങ്ങർ ഏർണിങ്സ് ത്രൂ ദ ആഡ്സ് ഓൺ റീൽ പ്രോഗ്രാം, ഗോ ടു ക്രിയേറ്റർ മോണിറ്റൈസേഷൻ ടു സീ ദീസ് ഏർണിങ്സ് എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. അപ്പം നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട. കാര്യം ഇതെന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ ഈ മോണിറ്റൈസേഷൻ
ക്രിയേറ്റർ മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ഈ സെക്ഷനിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾക്ക് ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ആഡ്സ് ഓൺ റീലിൻ്റെ മോണിറ്റൈസേഷൻ ഏണിങ്സ് കിട്ടത്തില്ലെന്നോ ഇൻസ്ട്രീം ആഡിൻ്റെ ഏണിങ്സ് കിട്ടത്തില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. നിങ്ങൾക്ക് കിട്ടും, പക്ഷേ ഇതെല്ലാം കാണിക്കുന്നത് ക്രിയേറ്റർ മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന സെക്ഷനിലായിരിക്കും. അപ്പം ഒത്തിരി പേർക്ക് സംശയം ചോദിച്ചിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ഇന്ന് ഇടുന്നത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നിങ്ങൾക്ക് പിടികിട്ടില്ല. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചോളൂ. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ റിലീസ്. ബൈ ബൈ.